കഴിഞ്ഞ ദിവസത്തെ ബഡ്ജറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം അല്ലെങ്കിൽ നമുക്കാവശ്യപ്പെട്ടത് പാലാ നിയമസഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജനറൽ ആശുപത്രിയുമാണ്. KM മാണി മെമ്മോറിയൽ ജനറൽ ആശുപത്രിക്ക് വേണ്ടിയിട്ടുള്ള വികസനവുമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ വർഷം രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി വഴി കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും സഹകരണത്തോടുകൂടി നമുക്ക് ഏതാണ്ട് 15 കോടി രൂപയുടെ CT സ്കാൻ സ്റ്റിമുലേറ്റർ നമുക്ക് ലഭിച്ചു. അതുമാത്രമല്ല, ഏതാണ്ട് 5 കോടി രൂപ നമ്മൾ സ്വരൂപിച്ചു. ഒരു പാർലമെൻറ്റ് അംഗമെന്ന നിലയ്ക്ക് പ്രാദേശിക വികസന ഫണ്ടായിട്ട് നമ്മൾ 2.5 കോടി രൂപ കൊടുക്കുകയും അതിൻ്റെ കൂട്ടത്തിൽ മുനിസിപ്പാലിറ്റിയും ജില്ലാ പഞ്ചായത്തും ഓരോ കോടി രൂപ വിട്ട് ഇപ്പോൾ 5 കോടിയോളം ഏകദേശം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടന്നു വരികയാണ്. ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വേണ്ടി 20 കോടി രൂപയും അതോടൊപ്പം തന്നെ 5 കോടി രൂപ മറ്റ് നവീകരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മൊത്തം 25 കോടി രൂപ ഇപ്പോൾ പാലാ ജനറൽ ആശുപത്രിക്ക് വേണ്ടി ലഭിച്ചു. വലിയ സന്തോഷമുണ്ട്. കാരണം ഞാൻ കാണുന്നത് നമുക്ക് റോഡും പാലവും എല്ലാം വേണം, പക്ഷേ ഏറ്റവും പ്രധാനം നമ്മുടെ ജനങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സാ സഹായം എത്തിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ക്യാൻസറുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, പലപ്പോഴും ഒന്നെങ്കിൽ മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ RCC ഈ പ്രദേശങ്ങളിൽ എപ്പോഴും പോകേണ്ട ഒരു രീതിയാണ് രോഗികൾക്കുള്ളത്. ഇന്ന് കേരള സംസ്ഥാനത്ത് എറണാകുളം ഒഴികെ ഒരു സ്ഥലത്തും ജനറൽ ആശുപത്രികളിൽ ജില്ലാ ആശുപത്രികളിലൊന്നും ക്യാൻസർ ട്രീറ്റ്മെൻ്റ് ഇല്ല. പക്ഷേ അതുള്ളത് ഇപ്പോൾ പാലായി മാത്രമാണ്. അതിൽ വലിയ ഒരു സന്തോഷമുണ്ട്. ഈ പദ്ധതി നമ്മുടെ സർക്കാർ അനുവദിച്ചു എന്നുള്ളത്. അത് മാത്രമല്ല, പ്രധാനമായും കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം, അങ്ങോട്ടുള്ള നേരെ നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് ബൈപ്പാസ് റോഡിലേക്ക് കടക്കുന്ന റോഡ് വളരെ കഞ്ചഷനാണ്, വീതി കുറവാണ്. പക്ഷേ അതിൻ്റെ നവീകരണത്തിന് വേണ്ടി 2 കോടി രൂപ അതിനുവേണ്ടി അനുവദിച്ചു. അതിൻ്റെ ASും TSും നിർമ്മാണ ടെൻഡറുമായി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാകുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് 2 കോടി കൊണ്ട് എന്ന് വെച്ചാൽ സ്ലാബൊക്കെ ഇട്ട് അതും കൂടെ ആ ലെവല് കൂടെ എടുത്തെങ്കിൽ മാത്രമേ ഒരു വീതി കുറച്ച് കിട്ടുകയുള്ളൂ. അപ്പോൾ 2 വണ്ടി പോകുമ്പോൾ, ഹെവി വെഹിക്കിളൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് കുറച്ചുകൂടെ ഫണ്ട് വേണ്ടി വരും എന്നുള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ചില കാര്യങ്ങൾ എൻ്റെ അടുത്ത് വന്നു. അതനുസരിച്ച് കഴിഞ്ഞ ദിവസം CTE ഇവിടെ വന്ന് പരിശോധിക്കുകയും അഡീഷണൽ എന്തെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ അത് സാങ്ഷൻ ആകാനായിട്ട് സർക്കാർ തയ്യാറായി. ഇപ്പോൾ അതിൻ്റെ ഫയൽ മുന്നോട്ട് പോവുകയാണ്. ഏതൊക്കെയാലും അതിൻ്റെ പണികൾ ഉടനെ തന്നെ ആരംഭിക്കുകയാണ്. അത് കൃത്യമായി നമുക്കറിയാം, അതിനു വേണ്ടിയുള്ള മുഴുവൻ അതിൻ്റെ ഡേറ്റാസും അതിൻ്റെ നിർദ്ദേശവും അത് കഴിഞ്ഞ ബഡ്ജറ്റിൽ വെച്ച് ഞാൻ തന്നെ അത് നേരിട്ട് ധനകാര്യമന്ത്രി കൊടുത്താണ് നമുക്കത് സാങ്ഷൻ ചെയ്ത് കിട്ടി. ഇപ്പോൾ അതിൻ്റെ പണിയും കൂടെ ഉടനെ തന്നെ ചെയ്തു തീർക്കും. ബഡ്ജറ്റ് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ അടുത്തും അതുപോലെ തന്നെ ധനകാര്യമന്ത്രി നിവേദനം കൊടുത്തിരുന്നു. നമുക്കറിയാം, 60 വയസ്സിന് മുകളിലുള്ള ആളുകൾ മറ്റൊരു വരുമാനമോ വേതനമോ പെൻഷനോ ഇല്ലാത്തവർക്ക് പെൻഷൻ കൊടുക്കണമെന്ന്. അതിൽ വളരെയധികം ഈ അതിഥി മന്ദിരങ്ങളിൽ വളരെയധികം ആളുകൾ അനാഥാലയങ്ങളിലുണ്ട്. അവർക്കും അതുപോലെ തന്നെ സന്യസ്തരായ സിസ്റ്റേഴ്സായിട്ടുള്ളവർ, പ്രായം ചെന്നവർ, വേറെ വരുമാനമില്ലാത്തവർക്കും ഇപ്പോൾ ക്ഷേമ പെൻഷൻ കൊടുക്കാനുള്ള തീരുമാനമായിട്ടുണ്ട്. തീർച്ചയായും അതും വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഞാനത് നേരിട്ട് ഇടപെടുകയുണ്ടായി. അത് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്.